മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിയിടം കണ്ടെത്തി കേരള പോലീസ്. തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിലെ ആണ് രാഹുൽ ഒളിച്ചിരുന്നത് എന്നാണ് വിവരം. കേരള പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപ് രാഹുൽ കർണാടകയിലേക്ക് കടന്നു. നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാഹുൽ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന പ്രാഥമികമായ വിവരം പോലീസിനുണ്ടായിരുന്നു. 6ാമത്തെ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നത്. നാളെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതിനു മുൻപ് രാഹുൽ അറസ്റ്റിലാകാനുള്ള സാധ്യതകൾ തേടുകയാണ് അന്വേഷണ സംഘം. ഹൊസൂരിന് സമീപത്തുള്ള ബാംഗ്ലൂരിൽ രാഹുൽ എത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. കേരള പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപ് രാഹുൽ അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ളത് കൂടി നമുക്ക് ആ വിവരം കൂടി ലഭ്യമാവുകയാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, തൊട്ടില്ല എന്ന നിലയ്ക്ക് MLA യുടെ അടുത്തെത്തിയിരുന്നു അന്വേഷണ സംഘം. മാധു, ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലും കേരള പോലീസും തമ്മിലുള്ള ഒളിച്ചുകളി 6ാം ദിവസവും തുടരുകയാണ്. ഇതുവരെ രാഹുൽ എവിടെ എന്നായിരുന്നു ചോദ്യം. പാലക്കാട് കണ്ണാടിയിൽ നിന്ന് ചുവന്ന കാറിൽ രക്ഷപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ട് പോയി എന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ചോദ്യം. ആ ചോദ്യത്തിനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉത്തരം നൽകുന്നത്. രാഹുൽ ഒളിച്ചത് തമിഴ്നാട്ടിലെ ഹൊസൂരിന് സമീപമുള്ള ബാംഗ്ലൂരിലാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ബാംഗ്ലൂർ എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തി ാണ്. ഈ ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിലേക്ക് ഏതാണ്ട് 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. കർണാടകയിലേക്ക് കയറിയാൽ എങ്ങോട്ട് വേണമെങ്കിലും മൈസൂരിലേക്കോ ബംഗളൂരുവിലേക്കോ ഒക്കെ പോകാവുന്ന മേഖലയാണ്. അപ്പോൾ ഇന്നലെ രാവിലെയാണ് ഈ ബംഗളൂരു എന്ന് പറയുന്ന സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നതായി കോയമ്പത്തൂരിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചത്. അവരപ്പോൾ തന്നെ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. അവരെത്തുന്നത് ഉച്ചയോടെയാണ്. ഉച്ചയോടെ ആ ഒളിയിടം കണ്ടെത്തി അവിടെ എത്തുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അന്വേഷണ സംഘം പറയുന്നത് ഏതാണ്ട് രാവിലെയോടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് കർണാടകയിലേക്ക് കടന്നു എന്നുള്ളതാണ്. അങ്ങനെ പോയത് മറ്റൊരു കാറിലാണ്. അന്വേഷണ സംഘം എത്തുമ്പോൾ ഈ ബാംഗ്ലൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചേർന്ന ഒരു കാർ അവിടെ കണ്ടെത്തി. ആ കാറിൽ ഒരാളുണ്ടായിരുന്നു. പക്ഷേ പോലീസിനെ കണ്ടപ്പോൾ അയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അയാളെ കണ്ടെത്താൻ വേണ്ടി അന്വേഷണ സംഘം അവിടെ പരിശോധനകൾ നടത്തുകയാണ്. ആ കാർ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും കർണാടകയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും 6ാം ദിവസം രാഹുലിന്റെ ഒളിയിടം അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന്, പാലക്കാട് നിന്ന്, കണ്ണാടിയിൽ നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് ഈ ദിവസങ്ങളിൽ ഒളിച്ചത്, ഇന്നലെ രാവിലെ വരെ എവിടെയായിരുന്നു തങ്ങിയത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് രാഹുലിനെ തേടി പോലീസ് സംഘം എപ്പോഴാണ് ബാംഗ്ലൂരിൽ എത്തിയത് അനന്തൻ? മാധു, ഇന്നലെ മുഴുവൻ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോയമ്പത്തൂർ, പൊള്ളാച്ചി കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ മുഴുവൻ നടന്നത്. ആ പരിശോധന തുടരുന്നതിനിടെയാണ് അന്വേഷണ സംഘത്തിന് ഈ രാഹുലിന്റെ ഒളിയിടം സംബന്ധിച്ചുള്ള വിവരം കിട്ടുന്നത്. അത് കർണാടകയിലേക്ക് പോകുന്ന, തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന കൃഷ്ണഗിരി വഴി പോകുന്ന വഴിയിൽ അവിടെ ബാംഗ്ലൂർ എന്ന് പറയുന്ന മേഖലയിലാണ്, ഹൊസൂരിനടുത്ത് ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് രാഹുൽ ഒളിയിടം ഒരുക്കിയിരിക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുന്നു. അങ്ങനെ ഇന്നലെ രാവിലെയാണ് ആ വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ തന്നെ അന്വേഷണ സംഘം അവിടേക്ക് തിരിച്ചു. അവിടെ എത്തുമ്പോഴേക്കും, ഈ സ്ഥലം കണ്ടെത്തി എത്തുമ്പോഴേക്കും ഏതാണ്ട് ഉച്ചയോടടുത്തു. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. അവിടെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നത് രാഹുൽ മുങ്ങാനുള്ള സാധ്യത കർണാടകയിലേക്കാണ്. അപ്പോൾ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ടാകാം, ഒരുപക്ഷെ മൈസൂരുവിലേക്കോ അതല്ലെങ്കിൽ ബംഗളൂരുവിലേക്കോ പോയിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഏതായാലും ഇപ്പോൾ അന്വേഷണ സംഘം കോയമ്പത്തൂരിലുണ്ടായിരുന്ന കേരള പോലീസിലെ, തിരുവനന്തപുരത്ത് നിന്ന് പോയ പോലീസ് സംഘത്തിന്റെ ടീം ഇപ്പോൾ ഉള്ളത് ബംഗളൂരുവിലാണ്. അവിടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ്. അവിടെ ആരുടെ സ്ഥലത്താണ് രാഹുൽ ഈ കഴിഞ്ഞത്, അവിടെ ആരാണ് ഒളിയിടം ഒരുക്കിയത് എന്നൊക്കെയുള്ള വിവരങ്ങൾ അവർ ലോക്കലി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ അവിടെ ഈ സഹായിയായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അയാൾ പോലീസിനെ കണ്ടപ്പോഴത്തേക്കും ഓടി രക്ഷപ്പെട്ടു. അയാൾ അവിടുത്തെ തദ്ദേശവാസിയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സൂചന. അപ്പോൾ അയാളെ കണ്ടെത്താനുള്ള ശ്രമമാണ്. അയാളെ കണ്ടെത്തി കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ, ആരുടെ ഒരു താവളമാണത്, ആരുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് എന്നതൊക്കെയുള്ളത് കണ്ടെത്താൻ കഴിയും. ഏതായാലും ബംഗളൂരുവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നിന്ന് പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ള നിർണായകമായ വിവരമാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് പോലീസിന് സ്ഥിരീകരണം ലഭിച്ചു കഴിഞ്ഞു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിൽ എവിടെയാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടത്. ഏതായാലും നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പാലക്കാട് കേന്ദ്രീകരിച്ച് CCTV കേന്ദ്രീകരിച്ചായിരുന്നു കണ്ണാടിയിൽ അന്വേഷണം നടന്നത്. ആ അന്വേഷണത്തിലാണ് ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ആ വിവരം ഇന്നലെ മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. അതിനുശേഷം ആ കാർ ഒരു നടിയുടെ ഉടമസ്ഥയിലുള്ളതാണ് എന്ന് കണ്ടെത്തുകയും അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ടായിരുന്നു ഒരു ഭാഗത്ത്. ആ കാർ ഇതുവരെ പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് ഈ ചുവന്ന പോളോ കാറിൽ കണ്ണാടിയിൽ നിന്ന് രക്ഷപ്പെട്ട് തമിഴ്നാട് കടന്നിട്ടുണ്ടാകാം. അവിടെ നിന്ന് മറ്റൊരു കാറിൽ, പെട്ടെന്ന് തന്നെ കാർ ചേഞ്ച് ചെയ്ത് മറ്റൊരു കാറിൽ ഈ ബാംഗ്ലൂരിൽ എത്തി
എത്തി അവിടെ ഒളിയിടത്തിൽ കഴിഞ്ഞിരിക്കാം എന്നുള്ളതാണ്. അവിടുന്ന് മറ്റൊരു കാറിലാണ് ഇപ്പോൾ കർണാടകയിലേക്ക് പോയിരിക്കുന്നതെന്നാണ് പോലീസിന്റെ അനുമാനം. ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണല്ലോ. അതിൽ ഈ പോകുന്നിടത്തെല്ലാം വളരെ ലോക്കലായുള്ള സഹായങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും കർണാടക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സഹായം കിട്ടിയെന്ന ആരോപണം അടക്കം സ്വാഭാവികമായും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഇങ്ങനെ പോലീസിനെ കണ്ണുകെട്ടി കടന്നു പോകാൻ കഴിയുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അത് ഒരു പക്ഷേ പോലീസ് നേരത്തെ തന്നെ അനുമാനിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദത്തിൽ പെടുന്ന സമയം മുതൽ തന്നെ, അതായത് ഈ പെൺകുട്ടിയുടെ പരാതി ഉയർന്നു വരികയും നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമൊക്കെ നടന്നിരുന്നു, അപ്പോൾ മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ഭാഗത്തിന്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചു, ആസൂത്രണം ആരംഭിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ പെൺകുട്ടി പരാതിയുമായി വന്നാൽ അപ്പോൾ എന്തൊക്കെ നടപടികൾ ചെയ്യണം, ആരെയൊക്കെ രംഗത്തിറക്കണം എന്നതൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഹോംവർക്ക് ചെയ്തിരുന്നു. ഒളിയിടം എവിടെ ആയിരിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ഹോംവർക്ക് ചെയ്തിരുന്നു എന്ന് വേണം എന്നാണ് പോലീസിന്റെ ഒരു അനുമാനം. ഒരുപക്ഷെ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നാണോ പാലക്കാട് നിന്നാണോ എവിടെ നിൽക്കുമ്പോഴാണോ ഈ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു പരാതി ഉയർന്നു വരിക, പോലീസിന്റെ അന്വേഷണം നേരിടാൻ വരിക, ആ സമയത്ത് തന്നെ എങ്ങോട്ടൊക്കെ രക്ഷപ്പെടണം എന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഒരു കൺസീൽഡ് ആയിട്ടുള്ള ഒരു ഹൈഡിങ് പാറ്റേൺ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നതെന്നാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വന്നതായിട്ട് വിവരമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ അഭിഭാഷകൻ അവകാശപ്പെടുന്ന നേരിട്ട് വഞ്ചിയൂരിലെ വക്കീൽ ഓഫീസിലെത്തി അവിടെ വന്ന് വക്കാലത്ത് ഒപ്പിട്ടു എന്നാണ്. അങ്ങനെ തന്നെയാണ് ഈ വക്കാലത്ത് രേഖയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോലീസ് അത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് അന്ന് ആ ചുവന്ന പോളോ കാറിൽ തിരുവനന്തപുരത്തേക്കാണ് വന്നതെങ്കിൽ, അതല്ലെങ്കിൽ അത് കേരളത്തിലേക്ക് തന്നെ യാത്ര ചെയ്ത് വരികയും മറ്റൊരു കാറിൽ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ നിന്ന് നാഗർകോവിൽ വഴി തമിഴ്നാട്ടിലേക്ക് കയറുകയും കന്യാകുമാരി സേലം എക്സ്പ്രസ് വേയിൽ യാത്ര ചെയ്ത് ഈ ഭാഗത്തേക്ക് എത്താം, ഈ കൃഷ്ണഗിരി ഭാഗത്തേക്ക് എത്താം എന്നുള്ള അനുമാനവും പോലീസിനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നേരിട്ട് പാലക്കാട് കണ്ണാടിയിൽ നിന്ന് തമിഴ്നാട് സേലം, അതാണ് കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ആണ് പരിശോധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ബാംഗ്ലൂരിലെ CCTV ക്യാമറകളൊക്കെ പരമാവധി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ, ഏത് വാഹനത്തിലാണ് കർണാടകയിലേക്ക് പോയിരിക്കുന്നത്, ആരാണ് രാഹുലിന് ഇത്ര സുരക്ഷിതമായി പോയിന്റ് ടു പോയിന്റ് താവളം ഒരുക്കി കൊടുക്കുന്നത് എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഏതായാലും ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.